യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്നേ ദിനം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും നമ്മുടെ ജോലി മേഖലകളെയും പഠന മേഖലകളെയും ശുശ്രൂഷ മേഖലകളെയും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളെയും ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് വേണ്ട സ്നേഹമുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് വേണ്ട സംരക്ഷണമുണ്ട്. ഈ ലോകത്തിൽ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ അപ്പനോ അമ്മയോ മക്കളോ സഹോദരങ്ങളോ ആരെല്ലാം നമ്മളെ ഒറ്റയ്ക്കാക്കിയാലും ആരെല്ലാം നമ്മെ വിട്ടുപോയാലും ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രിയപ്പെട്ട മകനെ മകളെ നിനക്ക് സ്ഥാനമുണ്ട്. ഈശോയുടെ തിരുഹൃദയം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എൻ്റെ ഹൃദയം ഇതാ നിനക്കായിട്ട് തുറക്കപ്പെട്ടിരിക്കുന്നു, ആ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനമുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്. നിന്നെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട്. ഈ ലോകത്തിൽ നിന്നെ ആര് സ്നേഹിച്ചില്ലേലും നിന്നെ സ്നേഹിക്കുന്ന ഈശോയുടെ ഒരു ഹൃദയമുണ്ട്. രണ്ടാമതായിട്ട്, ഇന്ന് സാധിക്കുന്ന എല്ലാവരും വീട്ടുകാരൊരുമിച്ച്, നിങ്ങളായിരിക്കുന്ന സ്ഥാപനത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. വലിയ ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈശോയുടെ തിരുഹൃദയം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയണമേ. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണത്താൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.